പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഇളയവന് കടന്നു വരുവാനും ജീവിക്കുന്നവനായ കർത്താവിനെ സംബന്ധിച്ച് ചില ആത്മീയ ആലോചനകൾ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അറിയിപ്പാൻ സ്വർഗത്തിലെ ദൈവയുടെ കൃപ നൽകിയതുകൊണ്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദൈവം ആർ എന്ന വിഷയം ഞാൻ നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതേ തുടർന്നുള്ളതായ ഭാഗമാണ് ഇന്നും നിങ്ങളുമായി സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കാലം അതിൻ്റെ അവസാന നാളുകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. കാലം അതിൻ്റെ അവസാന നാളുകളിൽ എത്തിയിരിക്കുന്നത് കൊണ്ട് ശത്രുവാകുന്ന പിശാചും അവൻ്റെ സകല ആയുധങ്ങളും എടുത്തുകൊണ്ട് ഈ നാടുകളിൽ ശക്തമായി ദൈവിക പ്രവർത്തനങ്ങളോട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ അനേക പ്രിയപ്പെട്ടവർ പരാജിതരായി കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ പരാജിതരായി തീർന്നാൽ ഒടുവിൽ വളരെയധികം പ്രതികൂലമാകുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടുന്നതായ അവസ്ഥ ഉണ്ടാകും എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് പരാജിതരായി തീരുവാൻ വേണ്ടിയല്ല, തിരുവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞ് വിജയികളായി മുന്നേറുവാൻ നാം ഓരോരുത്തരും വളരെയധികം പോരാട്ടം കഴിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. സകലരും കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ യോഗ്യന്മാരായി ദൈവസന്നിധിയിൽ കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ദൈവം ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. അനേകരും ജീവനുള്ള ദൈവത്തെ അറിയേണ്ടും പോലെ അറിയുവാൻ കഴിയാതെയും ദൈവത്തെക്കുറിച്ച് വ്യത്യസ്തമാകുന്ന ചിന്താഗതികളുള്ളവരായി വികലമായ നിലപാടുകൾ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതായ ധാരാളം ആളുകളെ നമ്മൾ ലോകത്തിൽ കാണുകയാണ്. തിരുവചനത്തിൻ്റെ വസ്തുതകൾ നാം തിരിച്ചറിഞ്ഞ് യഥാർത്ഥ ദൈവം ആരാണ് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്ന് ഈ വൈകിയ സമയത്ത് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം എല്ലാ ദൈവമക്കളെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. JCNDST എന്ന ഈ ഗ്രൂപ്പിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സംഘാടകരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവവചനം സംസാരിക്കുന്നവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി
ജീവനുള്ള ദൈവത്തിന് പ്രയോജനമുള്ള മക്കളായി ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിനെ സേവിക്കുവാനിടയായി തീരേണ്ടതിന് എല്ലാവരെയും ദൈവം ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം ആര് എന്ന വിഷയം ചില ആഴ്ചകളായി നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ ദൈവത്തിൻ്റെ വിവിധ ഗുണവിശേഷങ്ങളെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അനേക ഗുണവിശേഷങ്ങളുള്ള ഏക സത്യ ദൈവമാണ് നാം ആരാധിക്കുന്നവനായ സർവശക്തനായ ദൈവം. ആ ദൈവത്തെ സംബന്ധിച്ച് അറിയേണ്ട പോലെ അറിയുക എന്നുള്ളതും ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. പലർക്കും വേണ്ട വിധത്തിൽ സത്യദൈവത്തെ സംബന്ധിച്ച് അറിയുവാൻ കഴിയാതെ അനേകരും ഇരുട്ടിൽ തപ്പി നടക്കുന്നതിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. എന്നാൽ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ച് നാം വെളിച്ചത്തിൻ്റെ മക്കളായി ഈ നാടുകളിൽ ആത്മീയ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. അനേക ഗുണവിശേഷങ്ങളുള്ള ഏക സത്യദൈവമാണ് നമുക്കുള്ളത്. അതിൽ അവൻ്റെ സർവ വ്യാപിത്വത്തെ സംബന്ധിച്ച് ചില സത്യങ്ങൾ നമുക്ക് വീണ്ടും പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അതിനായിട്ട് നാം ശ്രമിക്കുകയാണ്. അന്ത്യകാലമാണ്, നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മോട് അടുത്തിരിക്കുകൊണ്ട് ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി നാം അറിയുകയും അവൻ്റെ വചന വ്യവസ്ഥകൾ മനസ്സിലാക്കി അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് അവൻ്റെ രാജ്യത്തിൽ ചെന്ന് ചേരുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ദൈവ പൈതലിൻ്റെ സകല പ്രയത്നവും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യഭവനത്തിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യത്തോടെയാണല്ലോ. അതിനായി ദൈവം സഹായിക്കേണ്ടതിന് അവൻ്റെ വചനം പ്രമാണിച്ച് അവൻ്റെ സന്നിധിയിൽ നീതിയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നിർമ്മലതയോടും ദൈവപ്രസാദമുള്ളവരായി ജീവിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ചില വേദഭാഗങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ വായിക്കുവാൻ താല്പര്യപ്പെടുന്ന വചനഭാഗം സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യഭാഗമാണ്. സ്തോത്രം. നമ്മുടെ കർത്താവ് സർവവ്യാപിയാണ് എന്നതിനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു തുടർ പഠനവും കൂടിയാണ് നമ്മളത് പകൽക്കാലം നടത്തുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ കാണുന്നത് യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട് എന്ന് പറയുമ്പോൾ യഹോവയുടെ നോട്ടം ചെന്നെത്താത്ത ഒരു സ്ഥലവുമില്ല എന്നുള്ളതാണ് അവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിലാകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ആകാത്തവരായ ആളുകളെയും നല്ലവരായ ആളുകളെയെല്ലാം അവൻ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൺമുൻപിൽ കാണുവാൻ കഴിയാത്ത വിധത്തിൽ ആർക്കും മറഞ്ഞു നിൽക്കുവാനായിട്ട് സാധ്യമല്ല. സകലതും അവൻ അറിയുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ ജീവിതത്തിൽ വിവിധ നിലകളിലുള്ളതായ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ആത്മീയ ജീവിതത്തിൽ
ആകാത്തതും അരുതാത്തതുമായ പല പ്രവർത്തനങ്ങളും പലരും ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ എപ്രകാരമുള്ളതാണ് എന്ന് സ്വർഗത്തിലെ ദൈവം വളരെ വ്യക്തമായിട്ട് അറിയുന്നു എന്ന കാര്യം നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ വചനത്തിന് നിരക്കാത്തതായിരിക്കാം. അതങ്ങനെ ഒരാൾ ചെയ്യുകയാണെങ്കിൽ അത് ദൈവം അറിയുന്നില്ല എന്നൊരിക്കലും ചിന്തിക്കുവാൻ പാടുള്ളതല്ല. യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവം സർവവ്യാപിയാണ്. അവൻ്റെ നോട്ടം എല്ലായിടവും ഉണ്ട്. നല്ലവരെയും ആകാത്തവരെയും എല്ലാം അവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 23-ാം അധ്യായത്തിൻ്റെ 23, 24 വാക്യഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവുമല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ കാണാതെ വണ്ണം ആർക്കെങ്കിലും മറയത്ത് ഒളിപ്പാൻ കഴിയുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നവനല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. ദൈവം എല്ലായിടവും എല്ലാ സമയത്തും ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്നവനാണ്. ആർക്കും അവൻ കാണാതെയോ ആരും അവനെ കാണാതെയോ മറഞ്ഞു നിൽക്കുവാൻ കഴിയുന്നതല്ല. സ്വർഗത്തിലെ ദൈവം സകലരെയും അറിയുന്നു, സകലതും അറിയുന്നു. അവൻ ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവമാണ് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. അതുകൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ സൂക്ഷ്മതയോടെ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസരണമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ദൈവകോപത്തിന് ഇരയായി തീരുമെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവസന്നിധിയിൽ നീതിയുള്ളതായിരിക്കണമെന്ന ചിന്തയോടുകൂടെ വളരെ നമ്മെ തന്നെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ട് നാം ഓരോ ചുവടും മുൻപോട്ട് വയ്ക്കുവാനായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഈ മുകളിൽ ഉദ്ധരിച്ച പ്രകാരമുള്ള ദിവ്യ ലക്ഷണങ്ങൾ ദൈവത്തിൻ്റെ സർവജ്ഞാനം, സർവശക്തി എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് നിൽക്കുന്ന ദിവ്യമാകുന്ന സ്വഭാവമാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഏതു നേരത്തും എല്ലായിടത്തും അവൻ പ്രവർത്തന നിരതനും, എല്ലായിടത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ അറിയുന്നു എന്നാണ് നമുക്ക് തിരുവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. അവനെ അറിയാതെ ആർക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ടും ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വേദഭാഗം നാം വായിക്കുമ്പോൾ, ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ ഈ യാചനകൾ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയന്റെയും നിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെയും യാചനകൾ നീ കേൾക്കണമേ.
നിന്റെ വാസസ്ഥലം സ്വർഗത്തിലാണ്, അവിടെ നിന്ന് നീ കേട്ട് അടിയങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ശലോമോൻ പറയുന്നതായിട്ടാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. സർവവ്യാപിയായ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു സ്ഥലവുമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വാക്യഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. സങ്കീർത്തനം 139 അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരിടവും ഇല്ലാത്തത് കൊണ്ട് നിന്റെ സാന്നിധ്യമില്ലാത്ത ഒരിടത്ത് എനിക്ക് എങ്ങനെ പോകുവാൻ കഴിയും? എവിടേക്ക് ഞാൻ പോകും? തിരുസന്നിധി വിട്ട് എവിടേക്ക് ഞാൻ ഓടും? എല്ലായിടവും നിന്റെ സാന്നിധ്യമുണ്ട്. സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനായ ആത്മാവും അദൃശ്യനുമായ ഏക സത്യ ദൈവമാണ് നാം സേവിക്കുന്നവനായ നമ്മുടെ ദൈവം എന്ന വസ്തുത വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. ദൈവത്തെ സംബന്ധിച്ച് വ്യത്യസ്തമാകുന്ന ചിന്തകളും ആലോചനകളും ഒക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായ ആളുകൾ നമ്മുടെ ദൈവം ആരാണ് എന്ന വസ്തുത വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നു എങ്കിൽ മാത്രമേ ദൈവം വച്ചിരിക്കുന്നതായ നന്മകളും അനുഗ്രഹങ്ങളും തൻ്റെ മക്കൾക്ക് ലഭിക്കുവാൻ ഇടയാവുകയുള്ളൂ. പുതിയ നിയമ പുസ്തകം നാം പഠിക്കുമ്പോൾ മത്തായി സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം കാണുന്നു, 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു. 2-3 പേർ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എവിടെല്ലാം കൂടി വരുന്നുവോ അവിടെയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനായ സർവവ്യാപിയാണ് യേശു എന്ന് വളരെ വ്യക്തമായിട്ട് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ്. അവന്റെ സാന്നിധ്യമില്ലാത്ത യാതൊരു സ്ഥലവുമില്ല. അവന്റെ സ്തോത്രം അവൻ അറിയാത്തതായ യാതൊരു കാര്യവുമില്ല എന്ന് വളരെ വ്യക്തമാണ്. മുൻവചനങ്ങളിൽ നമ്മൾ വായിച്ച യഹോവയായ ദൈവത്തെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചതുപോലെ ആ സർവജ്ഞാനിയും സർവവ്യാപിയും സർവശക്തനുമായ അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നാം കാണുന്ന യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതിനെ വ്യത്യസ്തമാകുന്ന നിലകളിൽ പഠിപ്പിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ഭൂതലത്തിലുണ്ട്. അത് വ്യത്യസ്തമായി പഠിപ്പിക്കുന്നത് കൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയുകയില്ല. ഏക സത്യദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം പഴയ നിയമ പുസ്തകം പഠിക്കുമ്പോഴൊക്കെ യഹോവ എന്ന് പറയപ്പെടുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്നതിന് യാതൊരു സംശയവുമില്ല. അത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുന്നു എങ്കിൽ അനുഗ്രഹമായി തീരും. സ്തോത്രം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയാണ് യേശു ക്രിസ്തു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും അവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ദൈവം സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയുമാണ്. എല്ലായിടത്തും അവന്റെ പ്രവർത്തനമുണ്ട്. അവൻ പ്രവർത്തനക്ഷമതയുള്ളവനും എല്ലായിടത്തും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയുന്നവനുമാകുന്നു
നമ്മുടെ ദൈവം അഥവാ യേശു ക്രിസ്തു എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ മറ്റൊരു അവസ്ഥയെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ നമ്മുടെ ദൈവം അനുതപിക്കുന്ന ദൈവമാണ് എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് ദൈവം മനുഷ്യനുമായിട്ടുള്ള ഇടപാടുകൾക്കും മാറ്റം വരുത്തുമെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അനേക വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. അത് അവന്റെ വചനങ്ങൾ പ്രമാണിച്ച് നടക്കുന്നവർക്കാണ് ഈ അനുഗ്രഹങ്ങളും സന്തോഷമൊക്കെ പൂർണ്ണമായും പ്രാപിക്കുവാൻ കഴിയുന്നത്. അവന്റെ വചനം കേട്ട് ചെയ്യാത്തവനൊക്കെ മണലിന്മേൽ വീട് പണിയുന്ന ബുദ്ധിഹീനനായ മനുഷ്യന് തുല്യനാണ് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് തൻ്റെ വചനത്തിലൂടെ തൻ്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് ജീവിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ചെയ്യുന്നില്ല എങ്കിൽ ദൈവം മനുഷ്യനോട് ചെയ്തിട്ടുള്ള ചില ഉടമ്പടികൾക്കും ചില അനുഗ്രഹങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകുവാനുള്ളതായ സാധ്യതയുണ്ട്. മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾക്കനുസരിച്ചാണ് ദൈവവും താൻ മക്കളോട് ചെയ്തിട്ടുള്ളതായ ഉടമ്പടികൾക്ക് മാറ്റങ്ങൾ വരുത്തുവാനിടയാകുന്നത്. എന്നാൽ നമ്മുടെ ദൈവം സ്വയമായി മാറാത്തവനും മാറ്റമില്ലാത്തവനുമാകുന്നു എന്നും ദൈവവചനത്തിലൂടെ പഠിക്കുവാൻ കഴിയുന്നു. എന്തിനെക്കുറിച്ചെങ്കിലും ദൈവം അസന്തുഷ്ടനായി തീരുമ്പോൾ മാനുഷിക മനോഭാവങ്ങൾക്ക് എതിരായി അവൻ ആജ്ഞാപിക്കുകയും മാനുഷിക പ്രവർത്തനങ്ങളിൽ അവർക്ക് അനുതാപമുണ്ടാകുമ്പോൾ ദൈവം തൻ്റെ വ്യവസ്ഥകൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യും, മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. അപ്പോൾ മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ ഇടയായിത്തീരണമെങ്കിൽ മനുഷ്യന് തൻ്റെ മനോഭാവത്തിൽ മാറ്റങ്ങൾ വരേണ്ടത് ആവശ്യമാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. സത്യദൈവത്തെ അറിയേണ്ടും പോലെ അറിയുവാൻ നമുക്ക് കഴിയാതെ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്താൽ ദൈവം തൻ്റെ മക്കൾക്ക് വെച്ചിരിക്കുന്നതായ അനുഗ്രഹങ്ങളൊന്നും പ്രാപിക്കുവാൻ കഴിയാതെ പോകും. നിരാശരായി തീരേണ്ടുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതായ കാര്യം വ്യക്തമായി നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. ഭക്തികേടിൽ നിന്ന് ഭക്തിയിലേക്കും അനുസരണക്കേടിൽ നിന്ന് അനുസരണത്തിലേക്കും മനുഷ്യൻ തിരിയുമ്പോൾ മനുഷ്യരോടുള്ള ദൈവത്തിൻ്റെ നിലപാടുകൾക്കും അവൻ മാറ്റം വരുത്തുമെന്ന് പഠിക്കുവാൻ കഴിയുന്നു.
എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും വരുത്തുകയില്ല എന്നും കാണുവാൻ കഴിയുന്നു. ദൈവം ആരംഭത്തിൽ തന്നെ അവസാനത്തെയും പൂർവകാലത്ത് തന്നെ മേലിൽ സംഭവിക്കുവാനുള്ളതും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നവനാണ്. അവൻ ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അവൻ്റെ വാക്കുകൾക്ക് യാതൊരു വിധമാകുന്ന മാറ്റവും അവൻ വരുത്തുകയില്ല. അവൻ അരുളി ചെയ്തു, അങ്ങനെ സംഭവിച്ചു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സങ്കീർത്തനം 116 വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെ: യഹോവ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. കൃപയുള്ളവനാണ്, നീതിയുള്ളവനാണ് യഹോവയായ ദൈവം. നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനം 145 വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനാണ്, തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. യിരെമ്യാവിന്റെ പുസ്തകം 12 വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്: യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഈ ലോകത്തിന്റെ മാർഗങ്ങളിലൂടെ ജീവിക്കുന്ന പലരും സുഖമായിരിക്കുന്നു, ശുഭമായിരിക്കുന്നു. അവർ നിർഭയമായി വസിക്കുന്നു. എന്നാൽ പെട്ടെന്ന് അവർക്ക് നാശം വന്ന് ഭവിക്കുമെന്നുള്ളതിനെ സംബന്ധിച്ച് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മക്കൾ എല്ലായ്പ്പോഴും ദൈവസന്നിധിയിൽ നീതിയോടും വിശ്വസ്തയോടും വിശുദ്ധിയോടും നിലകൊള്ളേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ദൈവം പരിശുദ്ധനായ ദൈവമാണ്, നീതിയിൽ വസിക്കുന്നവനാണ്, കരുണയും കൃപയുമുള്ളവനാണ്. സ്തോത്രം. അവൻ തൻ്റെ സകല വഴികളിലും നീതി മാത്രം പ്രവർത്തിക്കുന്നവനാണ്, സകല പ്രവൃത്തികളിലും അവൻ ദയാലുവുമാകുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഈ വിശേഷ ഗുണങ്ങളെല്ലാം ദൈവിക വിശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ദൈവിക വിശുദ്ധിയുടെ ഭാഗമാണ് ഈ വിഷയങ്ങളെല്ലാം, ഈ വിശേഷ ഗുണങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത് എന്ന് പഠിക്കുവാൻ കഴിയും. ദൈവം വിശുദ്ധനാകിയാൽ അവൻ പാപത്തെ വെറുക്കുന്നു. പാപം ചെയ്യുന്ന ആരോടും യാതൊരു കരുണയും കൂടാതെ, സ്തോത്രം, അവൻ ഓരോരുത്തൻ ചെയ്യുന്ന പാപത്തിന് ഒത്തവണ്ണമുള്ളതായ പ്രതികാരം സ്വർഗത്തിലെ ദൈവം ചെയ്യുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെട്ട ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ വചനം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ഈ ലോകത്തിൻ്റെ സകലവിധമാകുന്ന മാലിന്യങ്ങളിൽ നിന്നും വേർപെട്ട ഒരു ക്രിസ്തീയ ജീവിതമായിരിക്കണം നാം നയിക്കേണ്ടത്. ഈ ലോകവും അതിൻ്റെ സകല മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവനെ നീക്കി ജീവിക്കും എന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ വഴികളെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമാർഗത്തെ മാത്രം സ്വീകരിച്ച്
അനുഗ്രഹിക്കപ്പെട്ടതായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തൻ്റെ മക്കളോട് ആവശ്യപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് ലോകം വല്ലാത്ത പരിതസ്ഥിതിയിലൂടെ കടന്നു പോകുന്നു. പാപത്തിൻ്റെ മാർഗങ്ങൾ മാത്രമാണ് ലോകം തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ദൈവമക്കൾ അങ്ങനെയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിത നിലവാരത്തിൻ്റെ ഉടമകളായി കാണപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം, ദൈവം നീതിമാനാകിയാൽ അവൻ പാപത്തെ വെറുക്കുന്നു. അവൻ നീതിമാനാകൊണ്ട് പാപത്തെ അവൻ ശിക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം. ദിവ്യമാകുന്ന സ്നേഹത്തിനും വിശുദ്ധിക്കും മാത്രമേ ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സ്തോത്രം. ദൈവക്രോധം ഒഴിവാക്കുവാനും സന്തോഷവാനായി ജീവിക്കുവാനും കഴിയണമെങ്കിൽ പാപ സ്വഭാവങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞ് ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നൊരു ദൈവ പൈതലിനോട് ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. പാപവഴികളെ ഉപേക്ഷിക്കാതെ പാപ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ഒരു വ്യക്തിക്കും ദൈവിക നീതി പ്രാപിക്കുവാൻ കഴിയുകയില്ല. ശിക്ഷാവിധിയിൽ നിന്നും അവൻ ഒഴിവാകുവാനും കഴിയുകയില്ല. വരുവാൻ പോകുന്നതായ വലിയ കോപം, അത് മനുഷ്യന് താങ്ങുവാൻ കഴിയാത്ത വിധത്തിലുള്ളതായ പ്രതിബന്ധങ്ങളാണ് മനുഷ്യന്റെ ജീവിതത്തിൽ വരുവാൻ പോകുന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അത്തരത്തിലുള്ളതായ ദൈവകോപത്തിന് പാത്രീഭൂതരായി തീരാതിരിക്കേണ്ടതിന് ഈ അന്ത്യകാലത്ത് അനീതിയുടെ മാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് നീതിമാനായ ദൈവത്തിൻ്റെ വഴികളിൽ വിശ്വസ്തയോടും വിശുദ്ധിയോടും ജീവിക്കേണ്ടതിന് ദൈവവചനം നമ്മോട് നിർബന്ധിക്കുകയാണ്. ദൈവം സകല നിയമങ്ങൾക്കും അതീതനാകുന്നു. അതെല്ലാം താൻ തന്നെ നിയമിച്ചാക്കിയ നിയമങ്ങൾ ആകുന്നു എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. ഇവിടെ ആവർത്തന പുസ്തകം 32-ന്റെ 4-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ കാണുന്നത് അവൻ പാറ. നമ്മുടെ ദൈവം പാറയാണ്. സ്തോത്രം. ഒരേ ഒരു പാറയെക്കുറിച്ച് മാത്രമേ വേദപുസ്തകത്തിൽ നാം കാണുന്നുള്ളൂ. സ്തോത്രം. പുതിയ നിയമത്തിൽ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് അതിൻ്റെ അടുത്ത ഭാഗത്തിൽ കാണുന്നത്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്നും കാണുവാൻ കഴിയുകയാണ്. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ കാണുന്നത് അവൻ പാറ, യഹോവയായ ദൈവം പാറ,
അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. പുതിയ നിയമത്തിൽ ആ പാറയെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചത്, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന് കീഴിൽ ആയിരുന്നു. മിസ്രയീമിൽ നിന്നും അവർ പുറപ്പെട്ട് കനാനിലേക്കുള്ളതായ യാത്രയിൽ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവുമായി അവരെ ദൈവം പരിപാലിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. മേഘത്തിന് കീഴിലായിരുന്ന ദൈവജനത്തെ സംബന്ധിച്ച് പറയുന്നത്, അവർ മേഘത്തിന് കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തൂടെ കടന്നു, എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. അത് സ്വർഗത്തിൽ നിന്നും ദൈവം അയച്ചു കൊടുത്ത സ്വർഗീയ ആ ഭക്ഷണമാണ് അവർ കഴിക്കുവാനിടയായി തീർന്നത്. അതിനെ മന്ന എന്ന് വിളിക്കപ്പെടുന്നു. സ്തോത്രം. സ്വർഗീയ ഭോജനം കൊണ്ട് അവരെ പോഷിപ്പിക്കുവാനിടയായി തീർന്നു. ആ മന്നയെ സംബന്ധിച്ച് പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ ആ സ്വർഗീയ മന്ന ക്രിസ്തുവായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നാണ് അവരിതെല്ലാം അനുഭവിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ആവർത്തന പുസ്തകത്തിൽ പറയുന്നു, ആ പാറ യഹോവയായിരുന്നു. ആ യഹോവയുടെ പ്രത്യേകതയും പറയുന്നു, അവന്റെ സകല പ്രവൃത്തികളും വളരെ അത്യുത്തമമാണ്, അവന്റെ വഴികളൊക്കെ ന്യായമാണ്, അവൻ വിശ്വസ്തതയുള്ള ദൈവം, യാതൊരു വ്യാജവുമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, പ്രിയ സഹോദരങ്ങളെ, സ്തോത്രം. പഴയ നിയമ പുസ്തകത്തിലെല്ലാം യഹോവ എന്ന് കാണുന്ന ആ ഏക സത്യദൈവം തന്നെയാണ് നാം സേവിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ കർത്താവിൻ്റെ ദാസനായ വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി പറയുന്നു, സ്തോത്രം. ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്നും പുറപ്പെട്ട് ആ ചെങ്കടലിൻ്റെ തീരത്ത് കടന്നു വന്നതിന് ശേഷം ആ ചെങ്കടൽ കടന്ന് അവർ വരുന്ന സമയത്ത് അവർ മരുഭൂമിയിലായിരിക്കുമ്പോഴും അവരോടുകൂടെ ഉണ്ടായിരുന്ന ആ പാറ ക്രിസ്തുവായിരുന്നു. പഴയ നിയമത്തിൽ കാണുന്ന യഹോവയായ പാറ തന്നെ പുതിയ നിയമത്തിൽ നാം കാണുന്ന യേശു ആകുന്ന പാറയാകുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം. സങ്കീർത്തനം 19-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. യഹോവയുടെ വഴികൾ, യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവൻ തന്നെ. ദൈവം സകലത്തെയും അടക്കി ഭരിക്കുന്ന രാജാവാകുന്നു. സകല ആധിപത്യവും അവന്റെ തോളിലാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവിക നിയമങ്ങൾ അനുസരിക്കുന്നവർക്ക്
അവൻ അനുഗ്രഹവും അത് ലംഘിക്കുന്നവർക്ക് അതനുസരിച്ചുള്ളതായ ശിക്ഷയും അവൻ നൽകും എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും ദൈവ കോപത്തിന് ഇടം കൊടുക്കാതെയും ദൈവിക ശിക്ഷയ്ക്ക് പാത്രരായി തീരാതിരിക്കേണ്ടതിന് വളരെ വളരെ ഭയഭക്തി ബഹുമാനത്തോടെ നമ്മുടെ കർത്താവിനെ സേവിക്കുകയും അവൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. നമ്മുടെ ദൈവം ആർ എന്ന ചോദ്യമാണ് ഈ വിഷയത്തിൻ്റെ ഹെഡിങ് ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പഴയ നിയമ പുസ്തകത്തിലെ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ആ ഏക സത്യ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഏകസത്യ ദൈവത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോഴും തിരുവചനം പഠിപ്പിക്കുമ്പോഴും ചില ആളുകളുടെ സങ്കല്പത്തിൽ ദൈവം ഒന്നിലധികമുണ്ടെന്നും സ്തോത്രം അത് വ്യത്യസ്തമായ നിലകളിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് ദൈവിക യാഥാർത്ഥ്യങ്ങളുടെ ആ സത്യത്തിന് നിരക്കാത്തതായ നിലപാടുകളിലേക്ക് തിരിയുന്ന ധാരാളം ആളുകൾ ഇന്ന് ലോകത്തിൽ പല തരത്തിലുള്ളതായ വ്യാജ ഉപദേശങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ വേദപുസ്തകം ആദിയോടന്തം പഠിക്കുമ്പോൾ ഒരേ ഒരു ദൈവത്തെ സംബന്ധിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അത് പഴയ നിയമത്തിൽ യഹോവ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്ന ഏക സത്യ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ കർത്താവായ യേശു ക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നു. സ്തോത്രം. അവൻ്റെ നാമത്തിലാണ് വിശ്വസിക്കേണ്ടത്. അവൻ ഏക സത്യ ദൈവമാണ്. അവൻ്റെ നാമത്തിലാണ് വിശ്വാസികൾ ജലസ്നാനം സ്വീകരിക്കേണ്ടത്. അവൻ്റെ നാമത്തിലാണ് രക്ഷയും സന്തോഷവും ദൈവം ഒരുക്കിയിരിക്കുന്നത്. അവൻ്റെ നാമം കൂടാതെ മറ്റേതെങ്കിലും മാർഗത്തിലൂടെ ഏതെങ്കിലും നിലയിൽ ആത്മീയ നിലവാരം മെച്ചപ്പെടുത്താമെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അത് വെറും വിഡ്ഢിത്തമാണ് എന്ന് മാത്രമേ പറയുവാൻ കഴിയുന്നുള്ളൂ. അതുകൊണ്ട് സത്യമാർഗം ത്യജിച്ച് കളയാതെ സത്യവഴികളിൽ ജീവിച്ച് നിത്യതയിൽ പങ്കാളികളായി തീരുവാൻ സകല പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴ് മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. കർത്താവിങ്കലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിപ്പീൻ. അവനല്ലാതെ വേറൊരു രക്ഷിതാവുമില്ല. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും സമീപമായിരിക്കുന്നു. ലോക സാഹചര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും സമീപമായിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവ് നമ്മോട് അടുക്കും തോറും നാം നമ്മുടെ കർത്താവുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുവാൻ പ്രയത്നിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ അകറ്റിക്കളയുവാൻ ശത്രുവാകുന്നവൻ പല നിലകളിലുള്ളതായ തന്ത്രങ്ങൾ ഉപയോഗിക്കും. എന്നാൽ ശത്രുവിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയേണ്ടതിന് സർവായുധവർഗം ധരിച്ചു കൊള്ളണം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ തൽക്കാലം നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അല്പസമയം തിരുവചനത്തിലൂടെ സംസാരിക്കുവാനുള്ളതായ ഭാഗ്യം സ്വർഗത്തിലെ ദൈവം എളിയവന് നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. അടിയന് വേണ്ടി ഈ അവസരത്തെ ഒരുക്കി തന്ന JCNDST എന്ന ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാർക്കും അതിൻ്റെ സംഘാടകർക്ക് എല്ലാവർക്കും തന്നെ കർത്താവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ടും
എളിയവനെ അല്പസമയം വചനം സംസാരിക്കുവാൻ വേണ്ടി ബലപ്പെടുത്തിയ സർവ്വോള്ളവനായിരിക്കുന്ന കർത്താവിന് സകല മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, നന്ദിയോടെ എൻ്റെ പ്രിയനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ചില നിമിഷങ്ങൾ തിരുവചനത്തിൽ ചില സത്യങ്ങൾ അറിയിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഭാഗ്യം നൽകിയതുകൊണ്ട് സ്തോത്രം. സംസാരിക്കപ്പെട്ട വചനം കേൾവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹമായി തീരുവാനും ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ യോഗ്യമായിരിക്കേണ്ടതിന് സ്വർഗത്തിലെ ദൈവം സഹായിച്ചാട്ടെ. എൻ്റെ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. എൻ്റെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം. വചനം സംസാരിക്കുന്നവരെ അനുഗ്രഹിക്കണം. സകലവിധ ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണം. സകല മഹത്വം പഞ്ചിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം.